സൽമ ബീവി രാവിലെ 6 മണിക്ക് ഉണർന്നു. കിടന്ന കിടപ്പിൽ ഫാനിന്റെ കാറ്റിലാടുന്ന കലണ്ടറിലേക്ക് നോക്കി. അതിലെ ഡേറ്റുകൾ നോക്കി വിരലിൽ കണക്കുകൂട്ടി. ഇന്നലെയാണ് തനിക്ക് മെൻസ്ട്രേഷൻ ആവേണ്ടത്. അവളിൽ ചെറിയൊരു പുഞ്ചിരി പടർന്നു. എങ്കിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അന്നത്തെ വീട്ടുജോലിയൊക്കെ അവൾ ഉത്സാഹത്തോടെ ചെയ്തു. പിറ്റേന്നും രാവിലെ ഉണർന്നപ്പോൾ അവൾക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അത്ഭുതമായി. ചെറിയൊരു പ്രതീക്ഷ അവളിൽ രൂപം കൊണ്ടു. പിറ്റേന്നും അങ്ങനെ തന്നെ. 5 ദിവസമാണ് നീക്കം പോയിരിക്കുന്നത്. ഇതെന്തായാലും ഗഫൂർക്കയോട് പറയണം. അന്നത്തെ പ്രാതൽ കഴിക്കാനിരിക്കവേ ഭർത്താവ് ഗഫൂറിനോട് അവൾ നാണത്തോടെ പറഞ്ഞു, ഗഫൂർക്ക, എനിക്ക് വിശേഷമുണ്ടെന്നാ തോന്നുന്നേ. ആണോ? അൽഹംദുലില്ലാ, പടച്ചോൻ കാത്തു. ഏതായാലും നീ ഇന്ന് കഠിനമായ ജോലിയൊന്നും ചെയ്യണ്ട. ഭക്ഷണത്തിന് ലളിതമായ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പാഴ്സൽ വരുത്തിക്കാം. അവൾ മൂളി. അന്ന് അയാൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വിളിച്ചു പറഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ വരുത്തിച്ചു. ഇരുവരും ഇരുന്ന് അത് സന്തോഷത്തോടെ കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും മക്കളാവാത്ത ആ ദമ്പതികൾക്ക് അതൊരു സന്തോഷ ദിനമായിരുന്നു. രാത്രി ലഘുഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അവർ കിടന്നു. ഗഫൂർക്കയുടെ നിരാശയൊക്കെ മാറി. ഇത്രയും കാലം കാണാത്ത ഒരു സ്നേഹവും കരുതലുമാണ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗഫൂർക്കയുടെ പ്രതീക്ഷയ്ക്കൊത്ത് തനിക്കൊരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷകരമാവുമായിരുന്നു എൻ്റെ ജീവിതം. എന്തായാലും തന്നെ പടച്ചവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെ അവൾക്ക് തോന്നി. ആ സന്തോഷത്തോടെ അന്ന് രാത്രി അവൾ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അവൾക്ക് വയറുവേദന തുടങ്ങി. അവളുടെ പ്രതീക്ഷയെല്ലാം നശിപ്പിച്ചുകൊണ്ട് ആ വില്ലൻ പതിവ് പോലെ നിരാശ പടർത്തിയെത്തി. അവൾ ബെഡിൽ ചാടി എണീറ്റിരുന്നു. നിരാശ പൂണ്ട അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ കണം വീണ് കവളിലൂടെ താഴോട്ടൊഴുകി. വിവരം ഗഫൂർക്ക അറിഞ്ഞപ്പോൾ അയാൾക്ക് അവളിലുണ്ടായ അവസാന പ്രതീക്ഷയും കത്തിയമർന്നു. ഒടുവിലത് കോപമായി പുറത്തു വന്നു. നിനക്കാവില്ല സൽമ. നീ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായി വന്നവളല്ല. ഈ കഴിഞ്ഞ 5-6 വർഷം എന്തൊരു പ്രതീക്ഷയാണ് ഞാൻ നിന്നിൽ വച്ച് പുലർത്തിയത്. എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിനക്കാവില്ല. ഇനിയും ആവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇബ്നു സീനുവിനെ കെട്ടാൻ പോവുകയാണ്. അവൾക്കതിന് മറുത്തൊന്നും പറയാനായില്ല. അയാളുടെ അവകാശം ന്യായമാണ്. ഒരു ജന്മത്തിൽ ഒരു സന്താനം ഉണ്ടാവുക എന്നത് ഏവരുടെയും ആഗ്രഹമാണ്. അതുപോലെ തന്നെ അവകാശവുമാണ്. തനിക്കത് സാധിച്ചു കൊടുക്കാൻ ആവുന്നില്ല. പിന്നെ എങ്ങനെ എതിർക്കും? എന്ത് ന്യായം പറഞ്ഞാണ് അയാളെ തടയുക? അവളുടെ മുന്നിൽ അതിനുള്ള ഉപാധികളൊന്നുമില്ല. ഇബ്നു സീനു അയാളുടെ മുറപ്പെണ്ണാണ്, അമ്മാവൻ്റെ മകൾ. ചെറുപ്രായത്തിൽ അവർ തമ്മിൽ പ്രണയമായിരുന്നു. പക്ഷേ അന്ന് പ്രതാപിയായ അമ്മാവൻ നിർധനനായ മരുമകൻ ഗഫൂറിന് അവളെ കെട്ടിച്ചു നൽകിയില്ല. ദുബായിലെ അയാളുടെ സുഹൃത്തായ വലിയ കച്ചവടക്കാരൻ സാലിഹ് ഹാജിയുടെ കരീം എന്ന മകനെ കൊണ്ടായിരുന്നു ഇബ്നു സീനുവിനെ കല്യാണം കഴിപ്പിച്ചയച്ചത്. പക്ഷേ വിവാഹശേഷവും ധൂർത്തനും തെമ്മാടിയുമായ കരീം ഭാര്യയായ ഇബ്നു സീനുവിനെ വകവയ്ക്കാതെ അയാളുടെ പൂർവ്വ പരിപാടികളിൽ മുഴുകി. തൻ്റെ ഭർത്താവിൻ്റെ കഥകൾ ക്രമേണ അവളും മനസ്സിലാക്കി. മദ്യത്തിനടിമയായി കഴിയുന്ന ഒരാളുടെ ഭാര്യയായി നിൽക്കാൻ ഇബ്നു സീനു എന്ന പെണ്ണിന് ആവില്ലായിരുന്നു. ബാപ്പ കാരണം തൻ്റെ പ്രണയം നശിച്ചു. ഗഫൂറിനെയും കെട്ടി സുഖമായി കഴിയേണ്ട പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അവൾ കരീമിൻ്റെ ദുർനടപടിയെ എതിർത്ത് ബഹളം വെച്ച് അയാളോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നു. ബാപ്പയുടെ മുന്നിൽ കരീമിൻ്റെ ദുശ്ചെയ്തികളുടെ തെളിവുകൾ നിരത്തിയതോടെ ആ ബാപ്പ തകർന്നുപോയി. തൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് അവളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഭാവി തകർന്നതിൻ്റെ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കേണ്ടി വന്നു. തൽക്കാലം അയാൾ മകളെ വീട്ടിൽ താമസിപ്പിച്ച് സ്വാന്തനിപ്പിച്ചു. പടച്ചവനൊരു വഴി കാണിക്കാതിരിക്കില്ല. അതുവരെ നീ ക്ഷമിക്കൂ. നിനക്കിതിലും നല്ലൊരു ജീവിതം പടച്ചവൻ തരും. വാക്കുകൾ കൊണ്ട് അവൾക്ക് വേണ്ടുന്ന ആത്മവിശ്വാസവും നൽകി. അതനുസരിച്ച് അങ്ങനെ കഴിയുകയായിരുന്ന ഇബ്നു സീനുവിനെ വീണ്ടും കെട്ടിയാൽ കൊള്ളാമെന്ന് പൂർവ്വ കാമുകനായ ഗഫൂറിന്റെ മനസ്സിൽ ഒരാഗ്രഹം രൂപം കൊണ്ടാൽ അതിനെ എതിർത്ത് പറയാൻ എങ്ങനെ സൽമ ബീവിക്കാകും? കാരണം താനൊരു മച്ചി. ഒരു മച്ചിക്ക് ഒരു കുടുംബത്തിൽ എന്ത് വിലയാണ് ഉണ്ടാവുക? ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് സൽമ ബീവി ആ വീട്ടിൽ ഓരോ ദിനവും ദുഃഖിച്ചിരിക്കുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഗഫൂറും ഇബ്നു സീനുവും തമ്മിൽ ഇതിനിടെ വീണ്ടും പ്രണയബന്ധത്തിലേർപ്പെട്ടു. അവർ പലയിടത്തും കണ്ടുമുട്ടി. ഒരു ദിവസം ബെഡ്റൂമിലിരിക്കെ സൽമ ബീവിയോട് ഗഫൂർ പറഞ്ഞു, സൽമ, നമ്മളിങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എനിക്കിനി ക്ഷമിക്കാനാവില്ല. നാളെ ഞാൻ എന്തായാലും എൻ്റെ മുറപ്പെണ്ണായ ഇബ്നു സീനുവിനെ മഹർ ചാർത്തി കൊണ്ടുവരികയാണ്. അതുവഴി നമ്മൾ വലിയ പണക്കാരാകും. കാരണം ഇബ്നു സീനുവിൻ്റെ ഉപ്പ, അതായത് എൻ്റെ അമ്മാവൻ, കോടീശ്വരനാണെന്ന് എനിക്കറിയാലോ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിനക്കിവിടെ ഒരു രാജാത്തിയെ പോലെ കഴിയാം. മുമ്പത്തെ ജീവിതത്തിൽ നിന്നും ഒരു കുറവും സംഭവിക്കില്ല. മാത്രമല്ല, എൻ്റെ കയ്യിൽ വന്നു ചേരുന്ന പണമൊക്കെ നിനക്കും അവകാശപ്പെട്ടതാണ്. നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ.
ഈ കാര്യത്തിന് നിന്റെ സമ്മതം കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണ്ടാകുമല്ലോ. എന്താ, നിനക്ക് സമ്മതമല്ലേ? കൺകോണിൽ നിന്നും വന്ന കണ്ണുനീർ ഒരു കൈകൊണ്ട് തുടച്ച് അവൾ സമ്മതം മൂളി. തുടർന്ന് ഗഫൂർ ഇബ്നു സീനുവിനെ നിക്കാഹ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇബ്നു സീനുവിൻ്റെ കയ്യിൽ ഒരു പൂച്ചക്കുട്ടിയുണ്ടായിരുന്നു. കയ്യിൽ പാലും പഴങ്ങളും നൽകി ഇബ്നു സീനുവിനെ സൽമാ ബിവി തൻ്റെ ഭർത്താവിൻ്റെ മണിയറയിലേക്ക് അയച്ചു. അവളുടെ കൂടെ ആ പൂച്ചക്കുട്ടിയും മണിയറയിൽ കയറി. ഭർത്താവ് ഗഫൂർ വന്ന് വാതിലടച്ചു. ഒരു ദുഃഖത്തോടെ അവൾ നോക്കി നിന്നു. ഗഫൂറിൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛം തന്നോടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവൾ സ്വന്തം ബെഡ്റൂമിൽ കയറി കതകടച്ച് ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. ആദ്യ രാത്രി ഗഫൂറിന് സന്തോഷമായി. തനിക്കിനി ഇബ്നു സീനുവിൽ ഒരു സന്താനം എന്തായാലും പിറക്കും. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അയാൾ സന്തോഷത്തോടെ ആ രാത്രി കിടന്നുറങ്ങി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൽമാ ബിവിയാണ് ഓക്കാനിച്ചത്. അവൾ ആ വീട്ടിലെ വേലക്കാരിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഗർഭിണിയാണ്. സൽമാ ബിവിക്ക് സന്തോഷമായി. അവൾ ഉടനെ വീട്ടിലേക്ക് വന്നു. ഇബ്നു സീനുവുമായി മണിയറയിൽ ഇരിക്കുകയായിരുന്ന ഗഫൂർ വാതിലിന് മുട്ടുന്നത് കേട്ട് വാതിൽ തുറന്നു. താൻ ഗർഭിണിയാണെന്ന വാർത്ത സൽമാ ബീവി സന്തോഷത്തോടു കൂടി അയാളോട് പറഞ്ഞു. അത് കേട്ടതോടെ സൽമാ ബീവിയെ അതിയായ സന്തോഷത്തോടെ അയാൾ കെട്ടിപ്പിടിച്ചു. സൽമാ ബീവിക്കും സന്തോഷമായി. ഇത് കണ്ടപ്പോൾ ഇബ്നു സീനുവിന് ഒരു കാര്യം മനസ്സിലായി. ഗഫൂറിന് ഭാര്യമാരേക്കാൾ പ്രാധാന്യം മക്കൾ പിറക്കുന്നതിലാണ്. അതുകൊണ്ട് തന്നെയാണ് സൽമാ ബീവിയെപ്പോലെ ഒരു സുന്ദരിയെ തഴഞ്ഞ് തന്നെ കെട്ടിയത്. തന്നിൽ ഒരു സന്താനം പിറക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോൾ സൽമാ ബീവി വന്ന് പറഞ്ഞ വിവരം കേട്ട് അവൾ ഞെട്ടിത്തരിച്ചു. അവൾ ഗർഭിണിയായിരിക്കുന്നു. സൽമാ ബീവിയോട് ഈർഷ്യയും അസൂയയും തോന്നി. ഇനി ഗഫൂറിന് സ്നേഹം മുഴുവൻ അവളോടായിരിക്കും. മക്കൾ പിറക്കുക എന്നതാണല്ലോ അയാളുടെ ഭ്രാന്ത്. അന്ന് രാത്രി അയാൾ സൽമാ ബീവിയുടെ ബെഡ്റൂമിൽ അവളോടൊപ്പമായിരുന്നു കിടന്നത്. മറ്റേ മണിയറയിൽ നിന്നും ഇബ്നു സീനു ഉറങ്ങാതെ എത്ര ഫോൺ വിളിച്ചിട്ടും അയാൾ എടുത്തില്ല. പിറ്റേന്ന് രാത്രിയും അത് ആവർത്തിച്ചപ്പോൾ ഇബ്നു സീനുവിന് കലിയിളകി. അവൾ ആ ബെഡ്റൂമിലെ സകലതും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. ഇബ്നു സീനു തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് ഗഫൂറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ മയപ്പെടുത്താൻ വേണ്ടി അവളെയും സ്നേഹിക്കണമെന്ന് ഗഫൂർ തീരുമാനിച്ചു. ഇതിനിടെ ഇരട്ടി ഭാഗ്യമെന്നേ പറയണ്ടു. ഗഫൂറിന്റെ രണ്ടാം ഭാര്യ ഇബ്നു സീനുവും ഗർഭിണിയായി. അവൾ ആ വിവരം അയാളെ അറിയിച്ചു. ഇപ്പോൾ ഗഫൂർ അവളിലും തൻ്റെ സന്തോഷവും സ്നേഹവും ചൊരിയാൻ തുടങ്ങി. പക്ഷേ ഗഫൂറിൻ്റെ സ്നേഹം തനിക്കും തൻ്റെ കുട്ടിക്കും മാത്രം ലഭിക്കണം. പങ്കുവെക്കാൻ താൻ തയ്യാറല്ല. ഗർഭിണിയായി പകുതി സമാധാനമായെങ്കിലും അവളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തതയിലേക്ക് വന്നിട്ടില്ല. ഒടുവിൽ അവൾ ഒരു കാര്യം തീരുമാനിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും സൽമാ ബീവിയുടെ ഗർഭം ഇല്ലാതാക്കണം. അവളുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കരുത്. തൻ്റെ സന്താനത്തോട് മാത്രമായിരിക്കണം ഗഫൂർക്കയ്ക്ക് ഇഷ്ടം. അങ്ങനെ അവർ അതിനായി പല പദ്ധതികളും ആലോചിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഗഫൂർ ഇരു ഭാര്യമാരെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കൊണ്ടുവരും. ഇരുവരുടെയും ഗർഭം വളരുകയാണ്. ഒരു ദിവസം ആ വീടിന്റെ മുകളിലുള്ള ടെറസിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുകയായിരുന്നു സൽമാ ബീവി. അവൾ ഇറങ്ങി വരാൻ സാധ്യതയുള്ള സ്റ്റെയർകേസ് സ്റ്റെപ്പുകളിലൊക്കെ ഇബ്നു സീനു വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ കാലി കവർ തന്റെ പൂച്ചക്കുട്ടിയെ ഏൽപ്പിച്ചു. ആ പൂച്ചക്കുട്ടി അതിന്റെ കവർ കടിച്ചെടുത്ത് വീടിന്റെ പല ഭാഗങ്ങളിലും ഓടാൻ തുടങ്ങി. ഒടുവിൽ ടെറസിൽ വസ്ത്രം ഉണക്കാനിടുന്ന സൽമാ ബീവിയുടെ അരികിലും എത്തി. ഇതെന്താ നിന്റെ കയ്യിൽ എണ്ണ പാക്കറ്റ്? ഇതിലെ എണ്ണയൊക്കെ എവിടെ പോയി? അവൾ പൂച്ചക്കുട്ടിയോട് അങ്ങനെ ചോദിച്ചെങ്കിലും അത് വീണ്ടും കവറും കടിച്ചെടുത്ത് താഴോട്ട് പോയി. ബക്കറ്റുമായി സ്റ്റെയർകേസ് ഇറങ്ങി വരികയായിരുന്ന സൽമാ ബീവി എണ്ണയിൽ ചവിട്ടി വഴുതി. മലർന്നടിച്ച് പള്ളയും വയറും ഓരോ സ്റ്റെപ്പിലും തല്ലി തല്ലി താഴോട്ട് വീണു. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചിരുന്നു. അത് കേട്ട് ഗഫൂർ ഓടി വന്നു. സ്റ്റെയർകേസിന്റെ പടവുകൾക്ക് താഴെ പക്ഷേ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സൽമാ ബീവിയെ കണ്ടപ്പോൾ ഗഫൂറിന് കാര്യമൊന്നും പിടികിട്ടിയില്ല. സ്റ്റെയർകേസ് നിന്നുള്ള വീഴ്ചയിൽ അപകടം പറ്റി അവൾ പറഞ്ഞു. ഗഫൂർ ഉടനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ വീഴ്ചയിൽ അവൾക്ക് സന്താനം നഷ്ടപ്പെട്ടു. ഇത് തന്നെ ചതിച്ചതാണെന്ന് അവൾക്കറിയാം. പക്ഷേ അടുക്കളയിൽ നിന്നും എണ്ണ പാക്കറ്റ് കടിച്ചെടുത്ത് പൂച്ച സ്റ്റെയർകേസിലൊക്കെ എണ്ണ തൂവിയത് കൊണ്ട് അപകടമുണ്ടായെന്നാണ് എല്ലാവരോടും പറഞ്ഞു പരത്തിയത്. സൽമാ ബീവി പിന്നെ തിരുത്താനൊന്നും പോയില്ല. അപകടത്തിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ സൽമാ ബീവി പിന്നെ ശാന്തതയോടെ ആ വീട്ടിൽ കഴിഞ്ഞുകൂടി. ഇബ്നു സീനുവിന് 4-ാം മാസമായി. ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ. സൽമാ ബീവി വീണ്ടും ഗർഭിണിയായി. പക്ഷേ അവൾക്ക് വിവരം ഗഫൂറിനെ അറിയിക്കാൻ ധൈര്യമില്ല. ഗഫൂർ അറിഞ്ഞാൽ ഇബ്നു സീനുവും അറിയും. അതോടുകൂടി വീണ്ടും അതിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ താൻ മാതൃഭവനത്തിൽ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവൾ ഗഫൂറിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി.
മകൾ വീട്ടിലെത്തിയപ്പോൾ സൽമ ബീവിയുടെ മാതാപിതാക്കൾ അവളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവൾ തൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ അവർ മൂക്കത്ത് വിരൽ വെച്ചു. ഇനി ഈ ഗർഭവും നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയതുകൊണ്ടാണ് അവിടെ നിൽക്കാത്തതെന്ന് പറഞ്ഞു. സാരമില്ല, ഇവിടെ നിന്ന് നമുക്കിതിനെ പ്രസവിച്ച് വളർത്താം. അതിനു മുമ്പായി ഇന്ന് തന്നെ ഇതിൻ്റെ ഉത്തരവാദിയായ ഗഫൂറിനോട് ഈ കാര്യം പറയണം. അത് അത്യാവശ്യമാണ്. സൽമ ബീവിയുടെ ബാപ്പ ഗഫൂറിനെ ഫോണിൽ വിളിച്ചു. ഗഫൂറെ, നീ ചെയ്തത് നന്ദികേടാണ്. എൻ്റെ മകൾ അല്പം വൈകി ഗർഭിണിയാകുന്നത് വരെ ക്ഷമിക്കാൻ നീ തയ്യാറല്ലായിരുന്നു. അതിനു മുമ്പ് നീ ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നു. എൻ്റെ മകളുടെ ഗർഭം അവളാണ് സ്റ്റെയർ കേസിൽ എണ്ണയൊഴിച്ച് ഇല്ലാതാക്കിയത്. ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. ഇനിയും നിന്റെ വീട്ടിൽ നിന്ന് അവൾക്ക് അതിനെ പുലർത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവൾ ഇവിടെ ഞങ്ങൾ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ തൽക്കാലം ജീവിക്കാൻ വേണ്ടി വന്നത്. നിനക്ക് നിന്റെ മുറപ്പെണ്ണുണ്ടല്ലോ, അവളുടെ പ്രസവം എടുത്ത് അതിൻ്റെ കുട്ടിയെയും നോക്കി നീ കഴിഞ്ഞോ? സൽമ ബീവിയുടെ കുട്ടിയെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ വിവരം നിന്നെ ഇന്ന് തന്നെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഫോണിലൂടെ ഇടുത്തി പോലെ ഓരോ വാർത്തകൾ അറിഞ്ഞ ഗഫൂർ ഞെട്ടിപ്പോയി. തൻ്റെ കൂടെ നിൽക്കുന്ന മുറപ്പെണ്ണ് ബിനുസീനു ഒരു വിഷജന്തുവാണ്. എന്ത് ക്രൂരതയാണ് അവൾ സൽമ ബീവിയോടും തൻ്റെ കുഞ്ഞിനോടും ചെയ്തത്. അതിനെ അവൾ ഒരു കരുണയുമില്ലാതെ നശിപ്പിച്ചു. അതിനുശേഷം വീണ്ടും വയറ്റിലുള്ളതിനെയും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് സൽമ ബീവിക്ക് ഇവിടെ നിന്നും പോകേണ്ടി വന്നത്. തനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യത്തിൽ താൻ പൊട്ടനാണ്. ഇബ്നു സീനു ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും അറിഞ്ഞതേയില്ല. ഇത്രയും ദുഷ്ടതയുള്ളവളുടെ കൂടെ എങ്ങനെ താൻ കഴിയും? ഏതായാലും അവൾ അവിടെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗഫൂർ ഫോൺ വെച്ചു. മാസങ്ങൾ കഴിയവേ ഇബ്നു സീനു പ്രസവിച്ചു. അവളുടെ മനസ്സ് പോലെ തന്നെ ഒരു ചാപിള്ളയായിരുന്നു അത്. ആറ്റുനോറ്റ് പ്രസവിച്ച തന്റെ സന്താനം അങ്ങനെ ആയതിൽ ഇബ്നു സീനു അതിയായി ദുഃഖിച്ചു. താൻ സൽമ ബീവിയോട് ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതയുടെയും നന്ദികേടിന്റെയും ഫലം അള്ള തന്നതാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. കുറ്റബോധം കൊണ്ട് അവൾ നീറി. ഗഫൂറിന്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് മടുത്തു. അല്പസമാധാനത്തിനു വേണ്ടി അവൾ ഗഫൂറിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു, ദുസ്വഭാവത്തിന്റെ പേരിൽ താൻ ഉപേക്ഷിച്ച ആദ്യ ഭർത്താവ് കരീം തന്റെ എല്ലാ സ്വഭാവങ്ങളും വിട്ട് നല്ലൊരു മനുഷ്യനായി വന്നിരുന്നു. ഉപ്പയോട് തന്റെ കാര്യം അന്വേഷിക്കുകയും ചെയ്തിരുന്നു അത്രേ. ഇബ്നു സീനുവിന് ഗഫൂറിന്റെ കൂടെ ഇനിയും തുടർന്ന് ജീവിക്കാൻ സാധ്യമല്ലാത്ത വിധം മാനസികമായ ബുദ്ധിമുട്ട് നേരിട്ടു. ഇതിൽ നിന്നും മോചനം നേടാൻ അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ പഴയ ഭർത്താവ് കരീമുമായി വീണ്ടും ഒരു ബന്ധം സ്ഥാപിച്ചു. ഇതൊന്നും അറിയാതെ ഗഫൂർ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. ഇബ്നു സീനുവും അവളുടെ ബാപ്പയും അയാളെ ആട്ടിയിറക്കി. ഗഫൂർ ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങി. 2 ഭാര്യയും 3 കുട്ടികളും നഷ്ടപ്പെട്ട അയാൾ തൻ്റെ ദുർവിധിയോർത്ത് കരഞ്ഞു. അയാൾ ഒരു ഭ്രാന്തനെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞുകൂടി. സൽമ ബീവിയും കുഞ്ഞുമില്ലാതെ തനിക്കൊരു നിമിഷം പോലും കഴിയാൻ പറ്റില്ലെന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. സ്നേഹമയിയായ തൻ്റെ ഭാര്യയോട് താൻ അധർമ്മം ചെയ്തു. അവളോട് എങ്ങനെയും പൊരുത്തപ്പെടിയിക്കണം. ആ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണം. അയാളുടെ മനസ്സ് ഇടയ്ക്കിടെ അങ്ങനെ പറഞ്ഞു. ഇതിനിടെ സൽമ ബീവി അവളുടെ തറവാട്ടിൽ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. സൽമ ബീവിയും അവളുടെ മാതാപിതാക്കളും അതിനെ ലാളിച്ച് സ്നേഹിച്ചു വളർത്തി. വിവരം ഗഫൂർ അറിഞ്ഞു. തൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുമെന്ന പേടിയോടെ അയാൾ സൽമ ബീവിയുടെ ഭവനത്തിലേക്ക് പോയി. അവിടെ എത്തിയ അയാൾ തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു. സൽമ ബീവിയോടും കുഞ്ഞിനോടും മാപ്പ് ചോദിച്ച് കരഞ്ഞു. അതുകണ്ട് സൽമ ബീവിയുടെ മാതാപിതാക്കൾ ഗഫൂറിനോട് ബഹളം വെച്ചു. ഒടുവിൽ അയാൾ കരഞ്ഞുകൊണ്ട് അവരുടെ കാല് പിടിക്കാൻ പോയപ്പോൾ സൽമ ബീവി തടഞ്ഞു. ശരി, ഞാൻ വരാം. മര്യാദയ്ക്ക് ജീവിക്കുമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് വാക്ക് കൊടുക്കൂ ഗഫൂർക്ക. അവൾ നിർദ്ദേശിച്ചതനുസരിച്ച് അയാൾ അവളോട് മാപ്പ് പറഞ്ഞു. അവർക്ക് ഇനി ഒരിക്കലും സൽമ ബീവിയെയും കുഞ്ഞിനെയും ദുഃഖിപ്പിക്കില്ല എന്ന വാക്ക് കൊടുത്തു. തുടർന്ന് ആ മാതാപിതാക്കൾ സൽമ ബീവിയെയും കുഞ്ഞിനെയും ഗഫൂറിന്റെ കൂടെ അയക്കുകയായിരുന്നു.